ചതിയിലൂടെ എന്റെ മോളെ കല്യാണം കഴിച്ചതും പോരാ, ഇതൊക്കെ തന്ന് ഞങ്ങളെയും സ്വാധീനിക്കാൻ നോക്കുവാണോ നീ? അനന്യയുടെ വീട്ടുകാർ അഭിനവിന്റെ യഥാർത്ഥ വ്യക്തിത്വം അറിയുമ്പോൾ എന്താണ് സംഭവിക്കുക? ത്രില്ലടിപ്പിക്കുന്ന ഈ കഥയുടെ ബാക്കി അറിയാൻ ദി റിട്ടേൺ ഓഫ് ടൈഗർ കേൾക്കൂ. ഞാൻ ബൽറാംജിയെ കാണണമെന്ന് നിങ്ങൾക്ക് ശരിക്കും തോന്നുന്നുണ്ടോ? ബൽറാമിന്റെ പേര് കേട്ട് അഭിനവ് അപ്പോഴും വിറയ്ക്കുകയായിരുന്നു. വിക്രമിനും അവന്റെ പരിഭ്രമം മനസ്സിലായി. ബൽറാംജിയോ? ബൽറാം എന്ന് വിളിച്ചാൽ മതി. കാട്ടിലെ എല്ലാ മൃഗങ്ങളും ടൈഗറിന്റെ പേരിനൊപ്പവും ജി ചേർക്കും. പക്ഷെ ടൈഗർ ഒരിക്കലും ഒരു മൃഗത്തിന്റെ പേരിനൊപ്പവും ജി ചേർക്കാറില്ല. നമുക്ക് വൈകുന്നേരം കാണാം. ബൈ. വിക്രം പറഞ്ഞത് കേട്ടപ്പോൾ അഭിനവിന്റെ ആത്മവിശ്വാസം കൂടി. കൂട്ടിൽ നിന്നും പുറത്തു ചാടി കാട്ടിലെത്തിയ ഒരു കടുവയെ പോലെയാണ് അവൻ ഇപ്പോൾ തോന്നിയത്. പഴയ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ശേഷം അഭിനവ് വീട്ടിലെത്തിയിരുന്നു. ഇത്രയും സമാധാനമായി തന്റെ കിടക്കയിൽ അവസാനമായി എപ്പോഴാണ് കിടന്നതെന്ന് അവൻ ഓർമ്മയുണ്ടായിരുന്നില്ല. പിസ്സ ഡെലിവറിക്കായി അവൻ വലിയ ആകാംക്ഷയോടെ മുറിയുടെ വാതിലിലേക്ക് നോക്കുകയായിരുന്നു. സർ, ഓർഡർ 500 രൂപയുടേതായിരുന്നു. പക്ഷെ നിങ്ങൾ എനിക്ക് 1000 രൂപ തന്നല്ലോ. നിങ്ങൾ ഡെലിവറി ചെയ്യുന്നവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഈ 500 രൂപ നിങ്ങളുടെ ടിപ്പാണ്. താങ്ക് യു സർ. അതേസമയം അഭിനവ് ആ പിസ്സ ബോക്സിലേക്ക് ശ്രദ്ധയോടെ നോക്കുകയായിരുന്നു. അവസാനമായി എപ്പോഴാണ് പിസ്സ കഴിച്ചതെന്ന് അവൻ ഓർക്കാൻ കഴിഞ്ഞില്ല. വൈഷ്ണവിക്കും തനിക്ക് വേണ്ടി ഒരു വീട് വാങ്ങാനുള്ള ശ്രമത്തിൽ എത്ര ആഗ്രഹങ്ങളാണ് അവൻ അടക്കി വെച്ചത്. ഇന്നാണ് അവൻ അത് തിരിച്ചറിയാൻ പോകുന്നത്. പക്ഷെ ഇനി അവൻ സ്വയം തടഞ്ഞു നിർത്താൻ പോകുന്നില്ല. വൈകുന്നേരം അഭിനവ് ഹോട്ടൽ സഫയറിലേക്ക് പോകാൻ തയ്യാറെടുക്കാൻ തുടങ്ങി. അവൻ ഒരു ചാര നിറത്തിലുള്ള ഷർട്ടും കറുത്ത പാൻസുമാണ് ധരിച്ചിരുന്നത്. ഇതിലും നല്ലതൊന്നും അഭിനവിന്റെ കയ്യിൽ ധരിക്കാൻ ഉണ്ടായിരുന്നില്ല. പുറത്തുനിന്ന് ഹോട്ടൽ കണ്ടപ്പോൾ അവൻ അത്ഭുതപ്പെട്ടുപോയി. ഇത്രയും വലിയൊരു ഹോട്ടൽ ഇത്ര അടുത്തുനിന്ന് അവൻ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. സ്റ്റോപ്പ്. എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ അകത്തേക്കാണ് പോകുന്നത്. എന്താണ് പ്രശ്നം? നിനക്ക് അകത്ത് പോകണമല്ലേ? അതിന് ഞാൻ നിന്നെ അകത്തേക്ക് കടത്തി വിടുമെന്ന് കരുതിയോ? എന്തുകൊണ്ട് എനിക്ക് അകത്തേക്ക് പോകാൻ കഴിയില്ല? ചീഫ് സെക്യൂരിറ്റി ഓഫീസർ തന്റെ വസ്ത്രം കണ്ടാണ് തന്നെ വിലയിരുത്തുന്നതെന്ന് അഭിനവിന് മനസ്സിലായി. ശ്രദ്ധിക്ക്, നിന്നെ പോലുള്ളവരെ എനിക്ക് നന്നായി അറിയാം. കൂടുതൽ കളിയാക്കാതെ ഇവിടെ നിന്ന് പോകൂ. നിങ്ങൾക്ക് എന്നെ എങ്ങനെ അറിയാം? നിങ്ങൾ എന്റെ വല്ല ബന്ധുവാണോ? ഞാൻ അകത്തേക്ക് പോകാൻ വന്നതാണെങ്കിൽ പിന്നെ എന്തിന് തിരികെ പോകണം? ഈ ഹോട്ടൽ നിന്റെ അച്ഛന്റെ ആണോ? പറ. ഇത് കേട്ടപ്പോൾ അഭിനവിന് ദേഷ്യം വന്നു. പക്ഷേ അവൻ ദേഷ്യത്തിൽ ഒന്നും ചെയ്തില്ല. ആളുകളുടെ ശ്രദ്ധ തന്നിലേക്ക് വരാതിരിക്കാൻ അവൻ ശാന്തനായി നിന്നു. അഭിനവ് 2 അടി പിന്നോട്ട് മാറി. ഫോൺ എടുത്ത് വിക്രമനെ വിളിച്ചു. യെസ് ടൈഗർ, എവിടെ എത്തി? ഞാൻ ഹോട്ടലിന്റെ പ്രവേശന കവാടത്തിലുണ്ട്. വിക്രം, നമ്മുടെ ടേബിൾ നമ്പർ എത്രയാണ്? ടേബിൾ നമ്പറോ? ഹേയ്, ഞാൻ ഈ ഹോട്ടലിന്റെ ഉടമയാണ്. എനിക്ക് ടേബിൾ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നീ പോയി വിശ്രമിക്കൂ, ഞാൻ ഇപ്പൊ എത്തും. എനിക്ക് അകത്തേക്ക് പോകാൻ കഴിയുന്നില്ല. ഇവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് നിൽക്കുന്നുണ്ട്. എന്നെ പോലുള്ളവരെ അകത്തേക്ക് കടത്തി വിടില്ലെന്നാണ് അയാൾ പറയുന്നത്. ആരാണ് ഈ വിട്ടി? ഒരു കാര്യം ചെയ്യും, ഞാൻ 10 മിനിറ്റിനുള്ളിൽ അവിടെ എത്തും. അതുവരെ കാത്തിരിക്കും. ഈ ഓഫീസറുടെ പെരുമാറ്റത്തിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അത് സാരമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നീ വലിയ ഹീറോ ആകാൻ ശ്രമിക്കുകയായിരുന്നല്ലേ? ഞാൻ പറഞ്ഞില്ലേ നിന്നെ അകത്തേക്ക് വിടില്ലെന്ന്. നീ പ്രധാനമന്ത്രിയെ വിളിച്ചാലും ഞാൻ സമ്മതിക്കില്ല. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ നിന്ന് പോ. ഹേയ് നോക്കൂ, നിന്റെ ഒരു വിലയുമില്ലാത്ത മുൻ കാമുകൻ ഇവിടെയുണ്ട്. വാ, ഒക്കെ അവനൊന്ന് ആക്കിയിട്ട് പോവാം. ഞാൻ അവൻ എന്റെ കാമുകനായിട്ട് ഒരിക്കലും കരുതിയിട്ടില്ല. എന്നെക്കാൾ താഴെയുള്ളവരുമായി ഞാൻ സംസാരിക്കാറ് പോലുമില്ല. അവരെ നോക്കാൻ പോലും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ എങ്ങനെ കാമുകനാക്കും? നിങ്ങൾക്കൊരു ചെറിയ മനുഷ്യനുമായി ബന്ധപ്പെടാൻ ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ ഈ ചെറിയ മനുഷ്യൻ നിങ്ങൾക്കൊരു ഉപദേശം തരാം. ഒരു വ്യക്തിയെ തിരിച്ചറിയുന്നത് അയാളുടെ വാക്കുകളിലൂടെയാണ്. നിങ്ങളുടെ നാവ് സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഒരു നാൾ ഈ നാവ് തന്നെ നിങ്ങളുടെ മരണത്തിന് കാരണമാകും. കൊള്ളാം, എന്തൊരു ഡയലോഗ്! എല്ലാവരും കൈയടിക്ക്. വളരെ നന്നായിരിക്കുന്നു. പിന്നെ നിനക്ക് നിന്റെ കാലുകൾ എന്തുകൊണ്ട് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല? നീ എങ്ങനെ നടന്ന് ഇവിടെ എത്തി? മദ്യപിച്ചിട്ടുണ്ടോ? എന്നെ ഇവിടേക്ക് വിളിച്ചതാണ്. ഓ അതെ, ഇപ്പോഴോർക്കുന്നു. വിക്രം സാർ അന്ന് പറഞ്ഞിരുന്നു നീ അദ്ദേഹത്തിന്റെ ഒരു ഡ്രൈവറുടെ മകനാണെന്ന്. അപ്പോ നീ നിന്റെ അച്ഛന്റെ ജോലി ഏറ്റെടുക്കാൻ വന്നതാണോ? കൊള്ളാം. പക്ഷെ അവരത് തരില്ല. നിന്നെപ്പോലൊരു പാവപ്പെട്ടവനെ അവർ ഡ്രൈവറായി പോലും വെക്കില്ല. നീ ഇങ്ങോട്ട് കയറി വന്നതാ, അതായത് നിന്നെ ക്ഷണിച്ചിട്ടില്ല. നീ തനിയെ വന്നതാണ്. ഇവനൊരു ദരിദ്രവാസിയാണ്. ഞാൻ തനിയെ വന്നതല്ല, വിക്രം എന്നെ വിളിച്ചതാണ്. ഇവനൊരു ഭ്രാന്തനാണെന്ന് എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു. അപ്പോഴാണ് തിളങ്ങുന്ന വില കൂടിയ ഒരു കറുത്ത കാർ അവിടെ വന്നു നിന്നത്. എല്ലാവരും ആ കാറിലേക്ക് തിരിഞ്ഞു നോക്കി. വിക്രം കാറിൽ നിന്നിറങ്ങി. കൂടെ മറ്റൊരാളും ഉണ്ടായിരുന്നു.
അയാൾ ഉയരമുള്ളവനും കരുത്തനുമായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ബൽറാം ആയിരുന്നു. വളരെ പ്രശസ്തമായ ഒരു വസ്ത്ര കമ്പനിയുടെ ഉടമയും മാഫിയയുടെ ശക്തനായ ഒരു തൂണുമായിരുന്നു ബൽറാം. അയാളെ കണ്ടപ്പോൾ അഭിനവിന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. അവൻ ബൽറാമിനെ കുറിച്ച് കേട്ടിരുന്നു. ഞാൻ ബൽറാംജിയെ കാണണമെന്ന് നിങ്ങൾക്ക് ശരിക്കും തോന്നുന്നുണ്ടോ? അവൻ ചിത്രങ്ങളിൽ ബൽറാമിനെ കണ്ടിരുന്നു. എന്നാൽ ചിത്രങ്ങളിൽ കാണുന്നതും നേരിൽ കാണുന്നതും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ടായിരുന്നു. എന്തിനാണ് ബൽറാം തന്നെ കാണാൻ ആഗ്രഹിക്കുന്നതെന്ന ചോദ്യം അവന്റെ മനസ്സിലുയർന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്? ക്ഷമിക്കണം സാർ, പക്ഷെ ഈ മനുഷ്യൻ എന്നെയും കസ്റ്റമേഴ്സിനെയും ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. ഞാൻ ഈ കള്ളനെ അകത്തേക്ക് കടക്കുന്നത് തടഞ്ഞപ്പോൾ അവൻ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കുകയാണ്. അവനെ കള്ളനെന്ന് വിളിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? അവനെ അകത്തേക്ക് കടക്കുന്നത് തടയാൻ നീ ആരാണ്? നിന്റെ അച്ഛനാണോ ഈ ഹോട്ടൽ തുറന്നു വെച്ചിരിക്കുന്നത്? അവൻ എന്റെ അതിഥിയാണ്. നാളെ മുതൽ നിന്നെ ഈ ഹോട്ടലിന്റെ പരിസരത്ത് കണ്ട നിന്റെ കാലുകൾ ഞാൻ തല്ലി ഓടിക്കും. ഇറങ്ങിപ്പോ. ക്ഷമിക്കണം സാർ. ക്ഷമിക്കണം ടൈഗർ, ഈ വിഡ്ഢി കാരണം. സാരമില്ല. ഒരു ചെറിയ മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു മറ്റൊരു ചെറിയ മനുഷ്യനാണ്. വരൂ, നമുക്ക് പോകാം. വിക്രം അഭിനവിനോട് കൂടെ അകത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. അഭിനവ് വിക്രമിനെ പിന്തുടർന്നു. ബൽറാം തന്റെ ഭാരമേറിയ കാൽവെപ്പുകളോടെ തന്റെ പിന്നാലെ വരുന്നത് അവൻ അറിയാമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ ഹോട്ടലിലെ ഒരു ആഡംബര മുറിയുടെ പുറത്തെത്തി. അവർ അകത്തേക്ക് കടക്കുന്നതിന് മുൻപ് ഹോട്ടൽ മാനേജർ അവരുടെ അടുത്തേക്ക് വന്ന് സംസാരിച്ചു. ഗുഡ് ഈവനിങ് സർ, വെൽക്കം. സർ, നിങ്ങൾക്കെല്ലാവർക്കും എന്തെങ്കിലും ഡ്രിങ്ക്സ് കൊണ്ടുവരട്ടെ? ഒരു കാര്യം ചെയ്യും, ഇവിടുത്തെ വില കൂടിയ എല്ലാ മദ്യങ്ങളുടെയും ഒരു ലിസ്റ്റ് കൊണ്ടുവരും. ഷുവർ സർ. സർ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞങ്ങളുടെ ഹോട്ടലിലെ വില കൂടിയ എല്ലാ മദ്യങ്ങളുടെയും വില എനിക്ക് കാണാപ്പാടം അറിയാം. ഞങ്ങളുടെ കയ്യിൽ 5 ലക്ഷം രൂപയുടെ ടെക്വില്ല, 8 ലക്ഷം രൂപയുടെ വോഡ്ക, 10 ലക്ഷം രൂപയുടെ വിസ്കി, 12 ലക്ഷം രൂപയുടെ ജിൻ എന്നിവയുണ്ട്. സർ, നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്? കൊള്ളാം. എനിക്കിന്നിവിടെ ഒരു വിശിഷ്ട അതിഥിയുണ്ട്. അവനും ഞങ്ങൾക്ക് എല്ലാവർക്കുമായി ഏറ്റവും വില കൂടിയ മദ്യം കൊണ്ടുവരും. ഷുവർ സർ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കുമായി ഏറ്റവും മികച്ച മദ്യം കൊണ്ടുവരാം. ഗുഡ് ഈവനിങ് സർ. വിക്രം, ഹോട്ടൽ നിന്റേതാണ്, മദ്യവും നിന്റേതാണ്. പിന്നെ എന്തിനാണ് മാനേജർ നിന്നോട് വില പറയുന്നത്? അതും നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാമെന്നിരിക്കെ. എന്തുകൊണ്ടെന്നാൽ സുഹൃത്തെ, ഞാൻ സന്ദർഭം അനുസരിച്ചാണ് മദ്യം ഓർഡർ ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു സവിശേഷവും പ്രധാനപ്പെട്ടതുമായ ദിവസമാണ്. അതുകൊണ്ടാണ് ഞാൻ നമ്മൾ 3 പേർക്കുമായി ഏറ്റവും വില കൂടിയ മദ്യം ഓർഡർ ചെയ്തത്. ഓക്കെ, നൈസ്. കം. ഓക്കെ, ലെറ്റ്സ് എൻജോയ്. ഇനി നീ നിന്റെ വ്യക്തിത്വം ഇവിടെ മറച്ചു വെക്കേണ്ടതില്ല. ഈ മുറി സ്വകാര്യവും ഏറ്റവും സുരക്ഷിതവുമാണ്. ഇരിക്കൂ. അതൊരു ആഡംബര മുറിയായിരുന്നു. അവർ 3 പേരും ഇരുന്നു. അഭിനവ് ബൽറാമിനെ വളരെ ശ്രദ്ധയോടെ നോക്കുകയായിരുന്നു. ബൽറാം, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം നൽകാനാണ് ഞാൻ നിന്നെ ഇന്നിവിടെ വിളിച്ചത്. നമ്മുടെ സഞ്ജയുടെ മകൻ ടൈഗറിന് കിട്ടിയിരിക്കുന്നു. പക്ഷേ തൽക്കാലം അവനൊരു രഹസ്യ ദൗത്യത്തിലാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ പുറത്ത് വെച്ച് കാണിക്കാൻ കഴിഞ്ഞില്ല. സാർ, നിങ്ങളുടെ സ്നാക്സും ഡ്രിങ്ക്സും സാർ. ഷുവർ. Cheers. ചിയേഴ്സ്. അപ്പോൾ ഇതാണോ ടൈഗർ? അതെ, ഇതാണ് നമ്മുടെ ടൈഗർ. നമ്മുടെ ടീമിലെ പ്രധാന അംഗങ്ങളെ അവൻ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവരെ കണ്ടതിന് ശേഷം നമ്മൾ പോകേണ്ട വഴിയിൽ അവൻ നമ്മളെ നയിക്കും. ക്ഷമിക്കണം സുഹൃത്തെ, പക്ഷെ എനിക്കിത് കുറച്ച് തമാശയെ തോന്നുന്നു. നീയാണ് എല്ലാം സംസാരിക്കുന്നത്. അപ്പോ നമ്മുടെ ടൈഗർ ഒരു ഊമയാണോ? ആണോ? ബൽറാം, ടൈഗറിനെ കുറിച്ച് ഇത്ര അനാദരവോടെ സംസാരിക്കരുത്. ക്ഷമിക്കണം സുഹൃത്തെ, ക്ഷമിക്കണം. എന്റെ വാക്കുകൾ കേൾക്കാൻ നിങ്ങൾക്ക് അത്ര ഇഷ്ടമാണോ?
നിങ്ങളുടെ കളിയാക്കൽ കഴിഞ്ഞോ? പക്ഷെ ആരുടെ മുന്നിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് ഒരിക്കലും മറക്കരുത്. ഞാനാണ് ടൈഗർ. ടൈഗർ വെറുതെ ഇരിക്കുകയോ അനാവശ്യമായി സംസാരിക്കുകയോ ചെയ്യില്ല. ടൈഗർ നേരിട്ട് ആക്രമിക്കും. അപ്പോൾ നീയാണ് ടൈഗർ. ശരി, എങ്കിൽ ടൈഗർ പറ, ഇത്രയും വർഷം നീ എവിടെയായിരുന്നു? ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നീ പെട്ടെന്ന് വന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിന്നെ ടൈഗർ ആണെന്ന് അംഗീകരിക്കുമെന്നാണോ കരുതുന്നത്? ഒരു തമാശയല്ലല്ലോ, അല്ലേ വിക്രം? നീ പറയുന്ന ആ ബഹുമാനം ചോദിച്ചു വാങ്ങേണ്ടതല്ല, അത് നേടിയെടുക്കേണ്ടതാണ്. മനസ്സിലായോ? അതെനിക്കറിയാം. പിടിച്ചു പറിക്കുന്നത് എൻ്റെ രക്തത്തിലില്ല. ഇത്രയും വർഷം ഞാൻ എവിടെയായിരുന്നുവെന്നും എന്ത് ചെയ്യുകയായിരുന്നുവെന്നും വിശദീകരിക്കാൻ എനിക്കിപ്പോൾ സമയമില്ല. പിന്നെ ഞാൻ യഥാർത്ഥ ടൈഗർ ആണോ അല്ലയോ എന്ന കാര്യത്തിൽ ശരി, നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു തീയതി പറയും, ഞാനത് സ്വയം തെളിയിച്ചു കൊള്ളാം. കൊള്ളാം. കേട്ടല്ലോ? വിക്രം പുഞ്ചിരിച്ചുകൊണ്ട് അഭിനവിനെ നോക്കി. അവന്റെ കണ്ണുകളിൽ അഭിനവിനെ കുറിച്ചുള്ള അഭിമാനം നിറഞ്ഞിരുന്നു. വിക്രം വിചാരിച്ചതിലും ക്രൂരനായിരുന്നു അഭിനവ്. എന്നാൽ ബൽറാമിന്റെ നെറ്റിയിൽ സംശയത്തിന്റെ ചുളിവുകൾ മാഞ്ഞിരുന്നില്ല. അവൻ അത്ര പെട്ടെന്ന് അഭിനവിനെ ടൈഗറായി അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് അവന്റെ കണ്ണുകൾ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ബൽറാം എന്തിനെങ്കിലും പേര് കേട്ടിരുന്നെങ്കിൽ അത് അവന്റെ വാശിക്കായിരുന്നു. നാളെ ഒരു കുട്ടി വന്ന് തന്റെ തലയിൽ കയറിയിരുന്ന് ഭരിക്കുന്നത് സഹിക്കാൻ അവന് കഴിയില്ലായിരുന്നു. വിക്രമിന്റെ അഭിനന്ദനം മാത്രം പോരാ മോനെ, നീ ടൈഗർ ആണെന്ന് ഞാൻ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല. നീ ടൈഗർ ആണെന്ന് തെളിയിക്കാൻ കഴിയുമെന്ന് പറഞ്ഞല്ലോ. എങ്കിൽ ശരി, ഞാൻ നിന്നെ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ ക്ഷണിക്കുന്നു. നീ എന്താണ് ഈ പറയുന്നത്? ശാന്തനാകൂ വിക്രം, ശാന്തനാകൂ. നമുക്ക് പോരാടാം. നീ ജയിച്ചാൽ നീ ടൈഗർ ആണെന്ന് ഞങ്ങൾ അംഗീകരിക്കും. പക്ഷെ നീ തോറ്റാൽ ഞങ്ങളെ ഇന്ന് കുറച്ച് പണം വാങ്ങി എവിടെയെങ്കിലും ദൂരെ പോയി ഒതുങ്ങി ജീവിക്കുക. ബൽറാം, നീ എന്താണ് ഈ പറയുന്നത്? ഇത് ശരിയല്ല. നമുക്ക് പോരാടാം. എപ്പോഴാണ്? ഇത് കേട്ട ബൽറാമിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. വിക്രം ഞെട്ടിപ്പോയി. നോ ടൈഗർ, ഹോൾ. നോക്ക്, നീ ആർക്കും ഒന്നും തെളിയിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ദാറ്റ്സ് ഇറ്റ്. വിക്രം, ഞാൻ എന്ത് ചെയ്താലും അതെന്റെ ഇഷ്ടപ്രകാരമാണ്. ഇന്ന് ബൽരാജ് എന്റെ മുഖത്ത് നോക്കി പറയുന്നതൊന്നും നാളെ എന്റെ പിന്നിൽ നിന്ന് ഒരുത്തനും പറയാൻ ധൈര്യപ്പെടരുത്. അഭിനവിന്റെ കണ്ണുകളിൽ സഞ്ജയന്റേത് പോലെയുള്ള തീക്ഷ്ണത കണ്ടപ്പോൾ വിക്രം ഒന്ന് ദീർഘമായി ശ്വാസമെടുത്ത് ആശ്വാസത്തോടെ അവനെ നോക്കി. ഏകദേശം 1 മണിക്കൂറിന് ശേഷം ബൽരാജും അഭിനവും വിക്രമും അവരുടെ പ്രൈവറ്റ് അരീനയിലെത്തി. ബൽരാജ് സ്ഥിരമായി പരിശീലിച്ചിരുന്നത് അവിടെയായിരുന്നു. ആ വലിയ വേദിയിൽ അവരല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. നല്ലവണ്ണം ആലോചിച്ചിട്ട് മതി. ഞാൻ ഇന്ന് വരെ റിങ്ങിൽ തോറ്റിട്ടില്ല. നിങ്ങൾ ഈ റിങ്ങിൽ ഇതുവരെ തോൽക്കാതിരുന്നത് ഇന്ന് വരെ സഞ്ജയന്റെ മകനായ ടൈഗറിനെ നേരിടേണ്ടി വന്നിട്ടില്ലാത്തത് കൊണ്ടാണ് ബൽരാജ്. സോ വിക്രം, താൻ ആരുടെ മേലെയാണ് ബെറ്റ് വെക്കുന്നത്? എന്റെയോ അതോ ഇവന്റെയോ? മണ്ടത്തരം പറയല്ലേ. ടൈഗർ ഇവിടെ ഉള്ളപ്പോൾ വേറെ ആരെ കുറിച്ചെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? നല്ലോണം ആലോചിച്ചോ. തോറ്റ ആളുകൾ കളിയാക്കി ചിരിക്കും. നിന്റെ ഈ തല പിന്നെ പുറത്ത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലാകും. വാ, നമുക്ക് ഫൈറ്റ് തുടങ്ങാം. അഭിനവ് ബൽരാജിനെ അടിമുടി നോക്കി. അയാൾ അവനേക്കാൾ ശരീരമുള്ളവനായിരുന്നു. അയാളുടെ ആ വലിപ്പത്തെ തന്നെ ആക്രമിക്കാനാണ് അഭിനവ് ലക്ഷ്യമിട്ടത്. ഇരുവരും തമ്മിലുള്ള പോരാട്ടം തുടങ്ങി. പെട്ടെന്നായിരുന്നു ബൽരാജിന്റെ ആദ്യത്തെ പഞ്ച് അഭിനവിന്റെ മുഖത്ത് പതിച്ചത്. ആ ഇടിയിൽ അവന്റെ തല കറങ്ങുന്നത് പോലെ അഭിക്ക് തോന്നി. ഒരു കാര്യം എപ്പോഴും ഓർമ്മ വേണം. നിന്റെ അവസാന ശ്വാസം വരെ നീ പോരാടണം. തോറ്റു കൊടുക്കരുത്. നീ ടൈഗറാണ്. ഇവനാണോ നമ്മുടെ ആള്? നിങ്ങൾ ആരെയാണ് ഈ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്? ഇവനാണോ നമ്മളെ ഭരിക്കാൻ പോകുന്നത്? ഏതെങ്കിലും ഒരു ദിവസം വന്ന് നമ്മുടെ തലയെ കയറിയിരുന്ന് ഞാനാണ് ടൈഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണം? ഒരിക്കലുമില്ല. കമോൺ. ബൽരാജിന്റെ അടുത്ത പഞ്ച് അഭിനവിന്റെ മൂക്ക് തകർക്കാൻ പോന്നതായിരുന്നു. പക്ഷേ അതിനു മുൻപ് തന്നെ അഭിനവ് സ്വബോധം വീണ്ടെടുത്ത് തല വെട്ടിച്ചു കളഞ്ഞു. ബൽരാജിന്റെ പഞ്ച് ലക്ഷ്യം തെറ്റി.
അയാൾ തിരിഞ്ഞ് അഭിനവിനെ നോക്കി. ചെറുപ്പം മുതൽ അച്ഛൻ സഞ്ജയ് അവനെ പോരാടാൻ പഠിപ്പിച്ച കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു അവനപ്പോൾ. അവൻ ബൽരാജിന്റെ ഓരോ കിക്കും തടുത്തുകൊണ്ടിരുന്നു. ഇത്തവണ ബൽരാജിന് ശരിക്കും ദേഷ്യം വന്നു. അയാൾ വീണ്ടും അഭിനവിന്റെ നേർക്ക് പാഞ്ഞെടുത്തു. ഇപ്പോൾ അഭിനവ് കുനിഞ്ഞ് അയാളുടെ കാലിന് ഒരൊറ്റ ചവിട്ട് കൊടുത്തു. ബൽരാജ് ബാലൻസ് തെറ്റി റിങ്ങിൽ വീണു. എന്റെ ബൽരാജ്, തോൽവി സമ്മതിച്ചോ? വെറുതെ നിങ്ങളെ റെക്കോർഡ് നശിപ്പിക്കല്ലേ. ഞാൻ പുറത്താരോടും പറയില്ല നിങ്ങൾ ടൈഗറിനോട് തോറ്റ കാര്യം. ദേഷ്യം നിയന്ത്രിക്കാനാവാതെ ബൽരാജ് തുടരെ അഭിനവിനെ ഇടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അയാളുടെ പവർ പഞ്ചുകൾ അഭിനവ് ഈസിയായി തടുത്തുകൊണ്ടിരുന്നു. അവസാനം അവൻ അച്ഛൻ പഠിപ്പിച്ച പാഠങ്ങളെല്ലാം പുറത്തെടുത്തു. ബൽരാജിനെ അടിച്ച് നിലത്തിട്ട് അഭി ഒരു ഹീറോയെ പോലെ നിന്നു. അഭിനവ് ബൽരാജിനെ അവിടെ വിട്ട് റിങ്ങിന്റെ മൂലയിലേക്ക് പോയി നിശബ്ദനായി നിന്നു. ബൽരാജ് കഷ്ടപ്പെട്ട് തന്റെ ഭാരം കൂടിയ ശരീരം ഉയർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. വിക്രം, എനിക്കറിയാം നീ ഇപ്പൊ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും അല്ലേ? ബൽരാജ് വേദനയോട് കൂടി എഴുന്നേറ്റു. പക്ഷേ അയാൾ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് അഭിനവിനോട് ചോദിച്ചു, എവിടുന്ന് നീ ഇതൊക്കെ പഠിച്ചത്? പാരമ്പര്യമായി കിട്ടിയതാ എന്റെ അച്ഛന്റെ. ഇന്ന് നമ്മൾ ഒരുമിച്ച് കുടിക്കുന്നു. ഇന്നത്തെ പാർട്ടി എന്റെ വക. ബൽരാജ്, അങ്ങനെയല്ല പറയേണ്ടത്. ടൈഗർ ജി ഇന്ന് എൻ്റെ കൂടെ മദ്യപിക്കാനും പാർട്ടി നടത്താനും താല്പര്യമുണ്ടോ എന്ന് ചോദിക്കണം. മനസ്സിലായോ? ടൈഗർ ജി ഇന്ന് എന്റെ കൂടെ മദ്യപിക്കാനും പാർട്ടി നടത്താനും താല്പര്യമുണ്ടോ? ഓക്കെ, റൈറ്റ്. തീർച്ചയായിട്ടും. അനന്യ, അഭി, എൻ്റെ അമ്മയും അച്ഛനും വന്നിട്ടുണ്ട്. നടന്നതെല്ലാം അവർക്ക് മനസ്സിലായി. നിന്നെ അവർക്ക് നേരിൽ കാണണമെന്ന്. അതുകൊണ്ട് നീ എവിടെയാണെങ്കിലും എത്രയും പെട്ടെന്ന് വരണം. ഇപ്പോഴും? ആ പിന്നെ, ഇതിൽ ഞെട്ടാൻ ഇപ്പം എന്താ? നീ ആയിട്ട് തുടങ്ങി വെച്ചത് നീ ആയിട്ട് തീർത്തോ? വിക്രം, ബൽരാജ്, ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റില്ല. എനിക്ക് വീട്ടിൽ പോകണം. എൻ്റെ അമ്മായിയപ്പനും അമ്മായിയമ്മയും വന്നിട്ടുണ്ട്. നിന്റെ കല്യാണം കഴിഞ്ഞു എപ്പോ? അതൊരു വലിയ കഥയാണ്. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പറഞ്ഞുതരാം. എല്ലാം ഓക്കെ അല്ലേ അഭി? നമ്മൾ രോഹനെ ഉടനെ വിളിച്ച് പറയണം. ഇവൻ തന്നെയാണ്. നോ ബൽരാജ്, ഇപ്പോൾ തൽക്കാലം ഇവന്റെ യഥാർത്ഥ ഐഡന്റിറ്റിയുടെ കാര്യം മറ്റാരും അറിയരുത്. ടൈഗർ തിരിച്ചെത്തിയെന്ന കാര്യവും ആരും അറിയരുത്. ഓക്കെ? രോഹൻ ഇപ്പോൾ എന്താ ചെയ്യുന്നത് അത് തന്നെ ചെയ്യട്ടെ. അപ്പൊ ശരി, ഞാൻ ഇറങ്ങുന്നു. പിന്നെ വിക്രം, എൻ്റെ ആ പുതിയ ജോലിയുടെ കാര്യം മറക്കണ്ട. ഡോൺ വറി, അത് ഞാൻ ഏറ്റു. ഇത് കേട്ട് അഭിനവ് വിക്രമിനും ബൽരാജനും കൈകൊടുത്ത് പുറത്തിറങ്ങി. പോകാനായി അവൻ ഒരു ടാക്സി ബുക്ക് ചെയ്തിരുന്നു. ടൈഗർ, ഇത് നമ്മൾ ഹോട്ടലിൽ വെച്ച് കുടിച്ച അതേ ഐറ്റമാണ്. പോയി നിങ്ങളുടെ അമ്മായപ്പനും അമ്മായമ്മയ്ക്കും കൊടുക്കുക. അവർ ജന്മത്തിൽ ഇത് കണ്ടിട്ട് പോലും ഉണ്ടാകും. എല്ലാ ഉപകാരത്തിനും നന്ദി വിക്രം. നിനക്കും തിരിച്ചു വന്ന് ഞങ്ങളുടെ പ്രതീക്ഷകൾ നിലനിർത്തിയതിന് ബായ്. പുറത്തേക്ക് വാ. റിങ്ങിനുള്ളിൽ തന്നെ നിൽക്കാനാണോ പ്ലാൻ? കുറച്ച് സമയത്തിന് ശേഷം കാർ അനന്യയുടെ വീടിന് പുറത്ത് വന്നു നിന്നു. അഭിനവ് ഇറങ്ങി ദീർഘമായി ഒരു ശ്വാസം എടുത്ത് വീടിനകത്തേക്ക് നടന്നു. നമസ്കാരം അമ്മ. നമസ്കാരം അച്ഛ. ഇത് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നതാണ്. വാവ്, കൊള്ളാലോ. എന്താ ഇത്? കണ്ടിട്ട് നല്ല എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു. എന്ത് നല്ല മണം. നോക്ക്. മതി നിർത്ത്. മിക്കവാറും ഈ ബോട്ടിൽ എവിടെ നിന്നെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുവന്നായിരിക്കും ഇവൻ. ഇവനെ പോലെ ഒരാൾക്ക് ഇത്രയും വില കൂടിയ മദ്യം വാങ്ങാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നീ എന്തിന് ഇതെല്ലാം വാങ്ങിയത്? ചതിയിലൂടെ എന്റെ മോളെ കല്യാണം കഴിച്ചതും പോരാ, ഇതൊക്കെ തന്ന് ഞങ്ങളെയും സ്വാധീനിക്കാൻ നോക്കുവാണോ നീ? അതും മോഷ്ടിച്ച മദ്യം കൊണ്ട്. സോറി, പക്ഷെ ഞാൻ ആരെയും ചതിച്ചിട്ടില്ല, ഒന്നും മോഷ്ടിച്ചിട്ടുമില്ല. ഓ, അപ്പൊ എന്റെ മകളുടെ കൂടെ നിന്റെ പ്രേതമായിരുന്നോ കിടന്നത്? നീ ഇതെല്ലാം ചെയ്യുന്നത് എന്റെ മകളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയാ അല്ലേടാ? ഒരേഴാം കൂലിയാണല്ലോ എന്റെ മോൾക്ക് കിട്ടിയത്. ആ വാക്കുകൾ കേട്ട് അഭിനവിന് നെഞ്ചിൽ കുത്തേറ്റതുപോലെ തോന്നി. ആരും അവന്റെ ഭാഗം കേൾക്കാൻ തയ്യാറായില്ല. അതെ, അവൻ അനന്യയുടെ കൂടെ ഒരേ കിടക്കയിൽ കിടന്നു എന്നത് സത്യമാണ്. പക്ഷേ അവൻ അത് മനഃപൂർവ്വം ചെയ്തതല്ല. താൻ എങ്ങനെയാണ് അനന്യയുടെ മുറിയിൽ എത്തിയതെന്ന് അവൻ അറിയില്ലായിരുന്നു. ഇതൊക്കെ മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. എന്നാൽ അഭിനവ് ഒരു വിശദീകരണവും ഷാർമിളയ്ക്ക് നൽകിയില്ല. അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ലെന്ന് അവൻ അറിയാമായിരുന്നു. നീ ഊമയാണോ? നിനക്ക് സംസാരിക്കാൻ അറിയില്ലേ? ഷാർമിള അടങ്ങാത്ത ദേഷ്യത്തോടെ അവനെ നോക്കി. ഷർമിള, ഇവിടെ ഇരിക്കുക. അഭിനവ്, നീയും. ഷാർമിള ദേഷ്യത്തിൽ സോഫയിലിരുന്നു. അഭിനവും ഇരുന്നതിന് ശേഷം രാജീവ് തുടർന്നു. അവിടെ നടന്നതെല്ലാം ഞങ്ങൾക്കറിയാം. അത് എങ്ങനെ സംഭവിച്ചു എന്ന് അനന്യയ്ക്ക് പോലും അറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് അവിടെ എന്തോ വലിയ ചതി നടന്നിട്ടുണ്ട് എന്നാണ്. എന്തായാലും സംഭവിച്ചൊന്നും ഇനി മാറ്റാൻ കഴിയില്ലല്ലോ. നീയും അനന്യയും തമ്മിലുള്ള ബന്ധവും മാറ്റാൻ കഴിയില്ല. പക്ഷേ സംഭവിച്ച കാര്യങ്ങളിൽ അഭിനവിന് വിഷമം ഉണ്ടായിരുന്നില്ല. കാരണം അവൻ അനന്യയെ കണ്ടുമുട്ടിയില്ലായിരുന്നുവെങ്കിൽ
വിക്രമിനെ ഒരിക്കലും കാണുമായിരുന്നില്ല. ആളുകളുടെ മുന്നിൽ അനന്യയുടെ സൽപ്പേരിന് ഒരു കേടുപാടും സംഭവിക്കാനും അവൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ വിവാഹബന്ധം തകരാനും അവൻ ആഗ്രഹിച്ചില്ല. നീ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാൻ ഒരു ഡെലിവറി ബോയ് ആയി ജോലി ചെയ്യുകയായിരുന്നു. പക്ഷെ ഇന്ന് എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അവന്റെ ഈ വാക്കുകൾ ഒരു ബോംബ് പോലെ ആ രണ്ടു പേരിലും പതിച്ചു. ശാർമിള എന്തെങ്കിലും പറയുന്നതിന് മുൻപ് രാജീവ് പറഞ്ഞു, അഭിനവ്, നീ എത്രയും പെട്ടെന്ന് വേറൊരു ജോലി കണ്ടെത്തണം, അതും നല്ലൊരു ജോലി. എന്നാൽ മാത്രമേ നിനക്ക് എൻ്റെ മകളെ ലീഗലി വിവാഹം കഴിക്കാൻ കഴിയൂ. ഓക്കെ, ഇപ്പൊ നിനക്ക് പോകാം. അഭിനവ് എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. അത് കണ്ട് ശാർമിളയുടെ ദേഷ്യം വീണ്ടും വർദ്ധിച്ചു. അവൾ അഭിനവിന്റെ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, കണ്ടില്ലേ ഇവന്റെ ഓവർ കോൺഫിഡൻസ്? പോക്കറ്റില് 10 രൂപയില്ല, എന്നിട്ടും അവന്റെ നടത്തം കണ്ട കാട്ടിലെ ടൈഗർ ആണെന്നാ വിചാരം. രാജീവ്, ഇവനെ പോലെ ഒരു ദരിദ്രവാസിയെ ആരെങ്കിലും ജോലിക്ക് എടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എടുക്കുമെന്നല്ല, എടുത്തു. അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല. അഭിനവിന്റെ ഈ മറുപടി കേട്ട് രാജീവും അത്ഭുതപ്പെട്ടു. അപ്പോഴേക്കും അഭിനവ് ശാർമിളയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, എനിക്ക് ഒരു നല്ല ജോലി കിട്ടിയാൽ ഞാൻ അനന്യയെ വിവാഹം കഴിക്കാൻ യോഗ്യനാണെന്ന് നിങ്ങൾ സമ്മതിക്കുമോ? ആഹാ, എന്താ കോൺഫിഡൻസ് അല്ലേ? കോൺഫിഡൻസ് ഒലക്ക. ജോലി എന്ന് പറഞ്ഞാ നാളെ ഏതെങ്കിലും പാർക്കിംഗ് സ്ഥലത്ത് പോയിരുന്ന ആളുകളുടെ കാറുകൾക്ക് ടിക്കറ്റ് മുറിക്കുന്ന പണിയല്ല. നല്ല ശമ്പളമുള്ള ജോലി, അന്തസ്സുള്ള ജോലി. നിനക്ക് അങ്ങനെ ഒരു ജോലി ലഭിക്കുകയാണെങ്കിൽ നീ ഇപ്പോ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കാം. ശാർമിള പറഞ്ഞത് കേട്ട് അഭിനവിന്റെ മുഖത്ത് വലിയൊരു ചിരി വിരിഞ്ഞു. അഭിനവ് ആരാണെന്നോ അവന്റെ പിന്നിൽ ആരാണെന്നോ ശാർമിളയ്ക്ക് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി വീടിനുള്ളിലേക്ക് നടക്കാൻ തുടങ്ങി. രാത്രി ഒരുപാട് വൈകിയിരുന്നു. ഈ സമയത്ത് ഇനി തനിക്ക് തന്റെ വീട്ടിൽ പോകാൻ കഴിയില്ലെന്ന് അഭിക്കറിയാമായിരുന്നു. അവൻ അനന്യയുടെ മുറിയിൽ പോയി കിടക്കാമെന്ന് കരുതി. എന്തായാലും അവർ ഇപ്പോൾ ഭാര്യയും ഭർത്താവുമാണല്ലോ. അഭിനവ് 1-ാം നിലയിലേക്ക് കയറി അനന്യയുടെ മുറിയുടെ പുറത്തെത്തി. എന്താ? രാത്രി ഒരുപാട് വൈകി. എനിക്ക് എന്റെ വീട്ടിൽ പോകാൻ കഴിയില്ല. എനിക്ക് കിടക്കാൻ ഒരു ഇടം വേണം. സോ എന്ത് സോ? എന്നെ നിന്റെ അച്ഛനെയും അമ്മേനെയും കാണിക്കാൻ വിളിപ്പിച്ചത് നീയല്ലേ? അപ്പോ നീ തന്നെ എനിക്കൊരു സ്ഥലം കണ്ടുപിടിച്ചതാ ഉറങ്ങാൻ. ഹലോ, നീ എന്താ വിചാരിച്ചേ? നിന്നെ ഞാൻ രണ്ടാമതും എന്നെ മുറിയിലേക്ക് കയറ്റുമെന്നോ? പിന്നെ ഞാൻ എവിടെ പോകും? എവിടെയും പോ, എനിക്കറിയില്ല. നിന്റെ കാല് മാറ്റിക്കോ, അല്ലെങ്കിൽ ഞാൻ പൊളിക്കും അത്. അഭിനവ് ആദ്യം ഭയപ്പെട്ടില്ല. വാതിൽ അവന്റെ കാലിൽ തട്ടി വേദനിച്ചപ്പോൾ അവൻ പെട്ടെന്ന് കാൽ പിന്നോട്ട് വലിച്ചു. അനന്യ വാതിൽ കൊട്ടിയടച്ച ശേഷം മുറിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ജോലിക്കാരുടെ സ്ഥാനം മുതലാളിമാരുടെ മുറികളിലല്ല, സ്റ്റോർ റൂമിലാണ്. ഇത് കേട്ട് അഭിനവിന് വിഷമം തോന്നി. പക്ഷേ അവൻ എന്ത് ചെയ്യാൻ കഴിയും? അവൻ അടഞ്ഞ വാതിലേക്ക് നോക്കി നിരാശയോടെ നിന്നു. ഇനി എന്ത് സംഭവിക്കും? അഭിനവ് എവിടെ കിടക്കും? ഈ വീട്ടിൽ അവൻ എപ്പോഴെങ്കിലും ബഹുമാനം ലഭിക്കുമോ?